സ്വപ്ന സുരേഷും അതുപോലെ തന്നെ നമ്മുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ ശിവശങ്കരനും ഇപ്പോൾ കാണാനില്ല. എവിടെയാണ് അവർ? അവരെവിടെയാണെന്നുള്ളതിരിക്കട്ടെ, ഞാൻ പറയും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് ഏറ്റവും പ്രിയപ്പെട്ട ആൾ ഇപ്പോഴും എം ശിവശങ്കരനാണ്. കാരണം അദ്ദേഹം ഇപ്പം സർവീസിൽ ചുമതലയിലൊന്നുമില്ല. എന്നാൽ പോലും പിണറായിക്ക് അദ്ദേഹത്തെ മറക്കാൻ കഴിയുന്നില്ല. ഞാൻ കേരളത്തിലെ നമ്മുടെ പ്രേക്ഷകരോട് നിങ്ങൾ ഞെട്ടിപ്പോകുന്നൊരു വാർത്ത പറയാം. കാരണം സംസ്ഥാന സർക്കാരിനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയ ഉദ്യോഗസ്ഥൻ ഒന്നാം പിണറായി സർക്കാരിൽ എം ശിവശങ്കറാണ്. അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപാടുകൾ, സ്വപ്നയുമായിട്ടുള്ള ബന്ധം, അത് കഴിഞ്ഞ് ജയിലിൽ പോയി. അപ്പോൾ അദ്ദേഹത്തെ പദവിയിൽ നിന്നൊക്കെ മാറ്റി നിർത്തി. പക്ഷേ പിണറായിക്ക് ശിവശങ്കർ എന്ന് പറഞ്ഞാൽ ഒരു ദൗർബല്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു വസ്തുതയാണ് ഞാൻ പറയുന്നത്. അതായത് ശിവശങ്കറിനെ ലൈഫ് മിഷൻ കേസിൽ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തതിന് ശേഷം അത് പുറത്തു വന്ന ഉടനെ അദ്ദേഹം 2023 ഓഗസ്റ്റ് 13 മുതൽ 17 വരെ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രി എന്നല്ല, 5 നക്ഷത്ര സൗകര്യങ്ങളുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കാൻ പോയി. അത് കേസിൽ പ്രതിയാണ്, സസ്പെൻഷനിലാണ്. സർക്കാരിൻ്റെയും പിണറായി വിജയൻ്റെയും പ്രതിച്ഛായ ആകെ കളങ്കപ്പെടുത്തിയ സംഭവ പരമ്പരകളുടെ കിങ് പിന്നായിരുന്നു. കേരളത്തിലെ CPMകാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പൊതുജനമാകെ പിണറായി വിജയനെ വെറുക്കാനുള്ള മൂലകാരണം ശിവശങ്കരനും സ്വപ്ന സുരേഷും തമ്മിലുള്ള അവിഹിത ഇടപാടുകളാണ്. അപ്പോൾ ഏറ്റവും വെറുക്കപ്പെട്ട, സമീപകാലത്ത് നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട കഥാപാത്രമായ എം ശിവശങ്കർ ഓഗസ്റ്റ് 13 മുതൽ 17 വരെ തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രസിദ്ധമായ 5 നക്ഷത്ര സൗകര്യമുള്ള ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി പ്രവേശിപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആശുപത്രി ചെലവ് 2,35,967 രൂപയാണ്. ആശുപത്രിയിൽ നിന്നിറങ്ങി സർക്കാരിന് അപേക്ഷ കൊടുത്തു, ഈ പൈസ എനിക്ക് ചികിത്സാ ചെലവ് തരണമെന്ന്. പിണറായി 2 വട്ടം ആലോചിക്കാതെ 2,35,967 രൂപയും എം ശിവശങ്കറിന് അനുവദിച്ചു കൊടുത്തു. എന്തു തോന്നുന്നു സിനുവിന്? അത് അദ്ദേഹം അന്നേരം സർവീസിലുള്ള ഒരാളാണ്. നിങ്ങളൊരു നികുതിദായകനല്ലേ? ഈ നാട്ടിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ വാർദ്ധക്യ പെൻഷൻ അടക്കം വാങ്ങുന്നവർക്ക് 1,600 രൂപ കൊടുക്കാൻ നിവർത്തിയില്ലാത്ത, പൈസയില്ല എന്ന് പറയുന്ന സർക്കാരാണ് നടപടിക്ക് വിധേയനായി പുറത്തു നിൽക്കുന്ന ജയിലിൽ പോയ ശിവശങ്കറിന് ഇത്രയും തുക അനുവദിച്ചത്. അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ പ്രയോറിറ്റി അവിടെ നിൽക്കട്ടെ. മുഖ്യമന്ത്രി പിണറായി വിജയന് ഈ പറയുന്നത് പോലെ സ്വപ്ന സുരേഷും ശിവശങ്കറുമായിട്ടുള്ള അഭേദ്യമായ ഒരു ബന്ധമാണ്. ശിവശങ്കർ എന്താവശ്യപ്പെട്ടാലും പിണറായി അനുവദിച്ചു കൊടുക്കുമായിരുന്നു എന്നാണ് ഇക്കാലം അത്രയും നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ നിഷേധിക്കുകയും ചെയ്തു. പിണറായി പറയുന്നത് അങ്ങനെയൊന്നുമല്ല, എൻ്റെ ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ എടുത്തു. പക്ഷേ സ്പ്രിംഗ്ലർ ഇടപാട് ഓർക്കുന്നില്ലേ? അത് കഴിഞ്ഞപ്പോൾ അത് ഞാനാണ് ആ തീരുമാനം എടുത്തതെന്ന് എല്ലാ ചാനലുകളിലും കയറി ഇറങ്ങി നടന്ന് സ്വമേധയാ, ആരുടെയും നിർദ്ദേശമില്ലാതെ സ്വമേധയാ ഒരു സൂപ്പർ മുഖ്യമന്ത്രിയെ പോലെ എൻ്റെ മാത്രം തീരുമാനമാണ്, മുഖ്യമന്ത്രി ചെയ്യേണ്ട കാര്യമാണ്, മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിച്ച് എൻ്റെ തീരുമാനമാണ്, ഞാനാണ് നടപ്പാക്കിയത് എന്ന് പറഞ്ഞു നടന്ന ആളാണ് ശിവശങ്കർ. ഈ ശിവശങ്കറിനെതിരെ ആരോപണങ്ങൾ നിരന്തരം വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ മദ്യപാനം, സ്വപ്നയുടെ ഫ്ലാറ്റിലെ ഇടപാടുകൾ, സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ടുള്ള ബന്ധം, അവിഹിതമായി നിയമനം സ്വപ്നയ്ക്ക് കൊടുത്തത്, ഇതിലെല്ലാം മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ എന്നാണ് പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിച്ചത്. പക്ഷേ ഇതെല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞായിരുന്നു. ശിവശങ്കറിനെ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ പോലും ഈ സംസാരിക്കുന്ന നിമിഷം പോലും എം ശിവശങ്കർ എന്ന ഉദ്യോഗസ്ഥനെതിരെ ഒരു വാക്ക് കമാന്ന് മിണ്ടിയിട്ടില്ല പിണറായി വിജയൻ. അപ്പോൾ ടെയിൻറ്റഡായിട്ട് അഴിമതി കേസിൽ പ്രതിയായി ജയിൽവാസം അനുഭവിച്ച് പുറത്തു വന്ന ആൾക്ക് ആശുപത്രി അയാളുടെ സ്വന്തം താല്പര്യപ്രകാരം ചികിത്സ നടത്തിയതിൻ്റെ ബില്ല് പോലും 2 മിനിറ്റ് ആലോചിക്കാതെ ഒപ്പിട്ട് കൊടുത്ത് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ കൂറ് തെളിയിച്ചിരിക്കുക. ശിവശങ്കറിനോടുള്ള ഇഷ്ടം. കാരണം ശിവശങ്കറിനോട് ഇഷ്ടമാണോ ശിവശങ്കറിനോട് പേടിയാണോ എന്ന് കേരളത്തിലെ പൊതുസമൂഹം ആലോചിക്കണം. ഞാനിപ്പോഴും പറയുന്നത് നമ്മുടെ സർക്കാരിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ദൈനംദിന ചെലവുകൾക്ക് പണമില്ല, ഒന്നിനും പൈസയില്ല എന്ന് നിരന്തരം പറയുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഇപ്പോഴും എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ പരിപാലിച്ചുകൊണ്ട് നടക്കുന്നത്? ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ എവിടെയാണെന്ന് ചോദിച്ചു. സ്വപ്ന ബാംഗ്ലൂരാണ്. സ്വപ്ന സുരേഷ് എല്ലാ ആയുധങ്ങളും താഴെ വെച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് സ്വപ്ന ഈ ആയുധങ്ങളൊക്കെ താഴെ വെച്ചു? സാധാരണ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോഴും സ്വപ്ന ആക്ഷേപമായിട്ട് വരേണ്ടതാണ്. സ്വപ്നയുടെ കേസുകളില്ല, സ്വപ്നയ്ക്കെതിരെയുള്ള കേസുകൾ എവിടെ എത്തി? അതിൻ്റെ അന്വേഷണമില്ല. സ്വപ്നയ്ക്കിപ്പോൾ ഒന്നും മിണ്ടാനില്ല. സ്വപ്ന കേരളത്തിൽ വരുന്നില്ല. സ്വപ്നയ്ക്കൊരു വീഡിയോ ചാനലുണ്ടായിരുന്നു, യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. സ്വപ്ന ഒരു 6 മാസം മുമ്പ് വരെ സ്വപ്നയുടെ വീഡിയോ യൂട്യൂബ് ചാനലിലൂടെ വീഡിയോകൾ വരുന്നുണ്ട്. ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ സ്വപ്ന കീഴടങ്ങിയോ? സ്വപ്ന ഞാൻ ജീവനുള്ള കാലം വരെ പിണറായി വിജയനെ എക്സ്പോസ് ചെയ്യും, ഈ കള്ളത്തരം പുറത്തു കൊണ്ടുവരും, വീണയെ ജയിലിലാക്കും എന്നൊക്കെ പറഞ്ഞാൽ സ്വപ്നം വിട്ടുന്നില്ല. ശിവശങ്കരൻ
ശിവശങ്കരനും മിണ്ടുന്നില്ല. പക്ഷേ ശിവശങ്കരനെ ഇപ്പോഴും കേറ്റർ ചെയ്ത് പരിപാലിച്ചുകൊണ്ട് പിണറായി വിജയൻ നിൽക്കുമ്പോൾ, അതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ വലിയ സാമ്പത്തിക പരാധീനത ഉള്ളപ്പോൾ, ഇപ്പം നമുക്കൊന്നിനും പൈസയില്ല. നമ്മൾ മറിയക്കുട്ടിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. മറിയക്കുട്ടിക്ക് ഇപ്പോൾ കോൺഗ്രസ്സുകാരൊരു വീട് വെച്ച് കൊടുത്തു. അവർക്ക് പെൻഷൻ കിട്ടാത്തതുകൊണ്ട് അവർ പിച്ചച്ചട്ടിയുമായി തെരുവിലിറങ്ങിയ ഒരു വയോധികയാണ്. അപ്പോൾ ഈ കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാൻ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ ശിവശങ്കരനെ പോലെയുള്ള ആളുകളുടെ ഒരു അപേക്ഷ കിട്ടിയാൽ മുൻപിന്നാലോചിക്കാതെ അതിലൊപ്പിട്ട് കൊടുത്ത് ആ പണം ഉടൻ അനുവദിക്കാൻ പിണറായി വിജയന് കഴിയുന്നുണ്ടെങ്കിൽ പിണറായി ശിവശങ്കരനെ ഭയക്കുന്നുണ്ടോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. കാരണം നമുക്ക് നിരവധി കേസുകൾ ഇപ്പോൾ എല്ലാ കേസുകളും ED അല്ലെങ്കിൽ NIA CBI ഒക്കെ അന്വേഷിക്കുന്ന കേസുകളെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ ഈ പ്രതിപക്ഷം അടക്കമുള്ളവരൊക്കെ പറയുന്നത് ഈ കേന്ദ്രം ഭരിക്കുന്ന കക്ഷിയും പിണറായി വിജയനും തമ്മിലുള്ള ഒരു അൺഹോളി നെക്സസിൻ്റെ കാര്യമൊക്കെ പറയാറുണ്ട്. അതിൻ്റെ വഴിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ ആക്ഷേപം അങ്ങനെ നിൽക്കുന്നു. കേസുകളിൽ ഒരിഞ്ചും നീങ്ങുന്നില്ല. ഇപ്പോൾ നോക്കൂ, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിമാനത്താവളങ്ങളിൽ ഈ IBയുടെ ഉദ്യോഗസ്ഥർ പോലും വലിയ തോതിൽ ഇവരുമായി പങ്കുപറ്റുന്നു എന്ന് പറഞ്ഞ് രാജ്യത്ത് ചില വിമാനത്താവളങ്ങളിൽ നിന്ന് IB ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിരിക്കുക. അതിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഉദ്യോഗസ്ഥർ എത്ര പേരുണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട ചെന്നൈ ഉൾപ്പെടെയുള്ള വിമാനത്താവളത്തിൽ നിന്ന് സ്വർണ്ണക്കടത്ത് നിരന്തരം നടക്കുകയാണ്. അതിനെ സഹായിക്കുന്നത് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഉദ്യോഗസ്ഥരാണ് എന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. സംസ്ഥാനത്തെ മാത്രമല്ല, ഇന്ത്യയിലെ പല വിമാനത്താവളങ്ങളിലും ഈ ഇടപാടുകൾ നടക്കുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ആളെ സംബന്ധിച്ച് ഏറ്റവും ഗുരുതരമായ അലിഗേഷൻ, എന്തിന് ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തി മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്ന് വരെയുള്ള ആക്ഷേപങ്ങൾ നടക്കുമ്പോൾ ഒക്കെ ഇതിൻ്റെ മുഖ്യ സൂത്രധാരനായിട്ട് നിന്ന ആളാണ് ശിവശങ്കരൻ. അപ്പോൾ ശിവശങ്കറിൻ്റെ ഒരപേക്ഷ, അത് ചികിത്സയ്ക്കാവട്ടെ എന്തിനു വേണ്ടിയിട്ടാവട്ടെ, അദ്ദേഹം സർവീസിലുണ്ടായിരിക്കട്ടെ ഇല്ലാതിരിക്കട്ടെ, അത് കിട്ടിയാൽ പിണറായി വിജയന് 2 വട്ടം ആലോചിക്കാതെ ഒപ്പിട്ട് അത് അനുവദിച്ച് കൊടുത്തേ പറ്റൂ ഇപ്പോഴും എന്ന ഒരു നിർഭാഗ്യകരമായ അവസ്ഥ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസും ശിവശങ്കറിൻ്റെ കഥയും ഒന്നും കഴിയുന്നില്ല. പിണറായി ഇപ്പോഴും ശിവശങ്കരനെ ഭയക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശിവശങ്കരൻ്റെ ആവശ്യങ്ങൾ നിഷേധിക്കാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിൽ പിണറായി നിൽക്കുന്നുണ്ട്. നോക്കട്ടെ, എത്രയോ ആളുകളുടെ ഈ കാരുണ്യ പദ്ധതി ഉൾപ്പെടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സഹായം കിട്ടാൻ, ദുരിതാശ്വാസ നിധിയിൽ അടക്കമുള്ള സഹായങ്ങൾ കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന അപേക്ഷകൾ നിരസിക്കപ്പെട്ടു പോകുന്നുണ്ട്. അല്ലേ, അവരുടെ ബാങ്കിനോട് നോക്കുന്നു, അവരുടെ വരുമാനം നോക്കുന്നു, ഇതൊക്കെ നോക്കിയിട്ടാണ് ഇത്തരം അപേക്ഷകൾ പരിഗണിക്കുന്നത്. അപ്പോൾ ഈ ശിവശങ്കറിനെ സംബന്ധിച്ച് അയാൾ കോടീശ്വരനാണ്. അയാളുടെ ഭാര്യ ഒരു ഡോക്ടറാണ്, തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഒരു ആശുപത്രിയിലെ ഡോക്ടറാണ്. സാമ്പത്തികമായി ഒരു പരാധീനതയുമില്ലാത്ത, സർവീസിലിരിക്കെ വലിയ ശമ്പളം വാങ്ങിയിരുന്ന, ഒരുപാട് കിമ്പളം കിട്ടിയിട്ടുണ്ടെന്ന് സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ അടക്കമുള്ള ഒരുപാട് ഫേവർ കൈപ്പറ്റിയിട്ടുള്ള കുപ്രസിദ്ധനായ ഒരു ഉദ്യോഗസ്ഥന് ജയിലിൽ നിന്ന് ഇറങ്ങിയ ഉടനെ 2023 ഓഗസ്റ്റ് 13 മുതൽ 17 വരെയുള്ള 4 ദിവസത്തെ ചികിത്സയ്ക്ക് വേണ്ടി 2,35,967 രൂപ അനുവദിച്ചു കൊടുത്ത പിണറായി വിജയന് ഒരു നല്ല നമസ്കാരം നമ്മൾ പറയേണ്ടതാണ്. ഏതായാലും പിണറായിക്ക് ഇപ്പോഴും ശിവശങ്കരനെ വിടാൻ കഴിയുന്നില്ല. സ്വപ്ന എന്തുകൊണ്ട് നിശബ്ദമായിരിക്കുന്നു? ഇത്തരം ചോദ്യങ്ങളൊക്കെ വീണ്ടും സജീവമാകാൻ പോവുകയാണ്. ശിവശങ്കരനെ ഒഴിവാക്കിയിട്ട് പിണറായിക്ക് ഒരു രാഷ്ട്രീയ ജീവിതവും ഇല്ല, വ്യക്തി ജീവിതവും ഇല്ല എന്ന് തെളിയിക്കുന്ന നടപടിയാണ് ഈ പുറത്തു വന്നിരിക്കുന്ന വിവരാവകാശ രേഖപ്രകാരമുള്ള പുതിയ വെളിപ്പെടുത്തൽ. പിണറായിയുടെ സ്വന്തം ശിവശങ്കരനായിരുന്നോ അതോ ശിവശങ്കരൻ്റെ പിണറായി ആയിരുന്നോ നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യമാണ് ഇതിലൂടെ ബാക്കിയാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.